ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷും സുധീഷും നികേഷും നിധിയും എല്ലാം ബീച്ചിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. സുഭാഷ് സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ സഞ്ചിയിലേക്ക് എടുത്തു വെക്കുകയാണ്. ഒപ്പം ഒരു ബെഡ്ഷീറ്റും എടുത്തു വെക്കുന്നു. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നു, ഇതെന്തിനാ സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയുകയാണ്, നിധിക്ക് ഇരിക്കാൻ വേണ്ടിയാ. ഇതെല്ലാം അവിടെ ഉള്ളപ്പോൾ വിശന്നാ കഴിക്കാൻ വേണ്ടി. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇതൊക്കെ അവിടെ കിട്ടും സുഭാഷ് ഏട്ടാ. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ചെയ്തതാ ശരി. അവിടെ പോയി കണ്ട സ്നാക്സ് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുന്നതല്ലേ. സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുഭാഷേട്ടനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അനിയത്തിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. പാട്ട് കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി ചോദിക്കുന്നു, അച്ഛൻ വരുന്നില്ലേ? അപ്പൊ സുധീഷ് പറയണ, അയാളെ എന്തിനാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അപ്പൊ നിധി പറയണ, നമ്മള് കുടുംബമായിട്ടല്ലേ പോകുന്നത്, അപ്പം അച്ഛനെ ഒഴിവാക്കി പോകുന്നത് ശരിയല്ല, അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകാം. അപ്പൊ സുഭാഷ് പറയണ, അച്ഛൻ വന്നാൽ ശരിയാകില്ല മോളെ, വന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ സന്തോഷം ഇല്ലാതാക്കും. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ തന്നെ പറഞ്ഞില്ലേ നിധി, അയാള് വരണ്ട, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ദികേഷ് പറയണ, അതെ ഏട്ടത്തി, അയാള് വരണ്ട, നമ്മൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പോകുമ്പോൾ അയാൾ എന്തിനാ വരുന്നത്? അയാൾ വന്നാൽ എല്ലാ സന്തോഷവും പോകും. അപ്പൊ നിധി പറയണ, ദികേഷേ നീ വെറുതെ ഇരിക്കുക, അച്ഛൻ കൂടെ വരുന്നതിന് നിനക്കെന്താ? നമ്മൾ എല്ലാവരും കൂടി പോവല്ലേ, അച്ഛനും കൂടി വരട്ടെ, അത് നല്ലതല്ലേ. നിങ്ങൾ റെഡിയാകുക, ഞാൻ പോയി വിളിച്ചു നോക്കാം, അച്ഛൻ വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. സുധീഷ് പറയുന്നു, എന്തെങ്കിലും ചെയ്യും. ഭാസ്കരന്റെ അരികിലേക്ക് വന്ന നിധി ചുമയ്ക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മോളെ, തൊണ്ടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ചു മുമ്പേ ശബ്ദം ഉയർത്തി സംസാരിച്ചതല്ലേ? അപ്പൊ നിധി ചോദിക്കാണ്, ഞങ്ങൾ അകത്ത് സംസാരിച്ചത് കേട്ടായിരുന്നോ? അപ്പൊ ഭാസ്കരൻ പറയുന്നു, കേൾക്കാതിരിക്കാനല്ലേ പാട്ട് ഉറക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ നിധി പറയണ, ഇന്ന് സൺഡേ, എല്ലാവരും ഫ്രീയാ, അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ബീച്ചിലേക്ക് പോകാന്ന് വിചാരിച്ചു, വരുന്നോ? ഇതിട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, എന്നോടാണോ ചോദിച്ചേ? അതേന്ന് നിധി പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ ഭാസ്കരൻ ചോദിക്കാണ്, മോളെ എന്നോട് തന്നെയല്ലേ ചോദിച്ചേ? അപ്പൊ നിധി പറയുന്നു, അതെ അച്ഛനോടാ ചോദിച്ചേ. അപ്പൊ ഭാസ്കരൻ ചോദിക്കുകയാണ്, അകത്തുള്ള അവന്മാർക്ക് ഇക്കാര്യം അറിയാമോ? അപ്പൊ നിധി പറയണ, ഇതൊക്കെ അവർക്ക് അറിയാം, അച്ഛൻ വരുന്നോണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല, അച്ഛൻ വരുന്നോ? അപ്പൊ ഭാസ്കരൻ പറയണേ, എന്നാ മോളെ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മോള് വിളിച്ചാൽ ഞാൻ വരാതിരിക്കൂ? ഒരു മിനിറ്റ്, ഞാനിപ്പം ഡ്രസ്സ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഭാസ്കരൻ സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. എല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുമ്പോൾ നിധി പറയാണ്, വിളിച്ചുടനെ റെഡിയാകാൻ പോകുന്നത് കണ്ടില്ലേ, പാവം, നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയല്ലേ, അച്ഛനും കൂടി വരട്ടെ. അതിനുശേഷം കാണിക്കുന്നത് ദേഷ്യത്തോടു കൂടി നിധു ഹരീഷിന്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ്. ഹരീഷ് നിധുവിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. നിധു ശബ്ദം ഉണ്ടാക്കുന്നെങ്കിലും ഹരീഷ് നോക്കുന്നതേ ഇല്ല. അപ്പൊ നിധു ചോദിക്കുന്നു, ഞാൻ ഒരുത്തി ഇവിടെ ഇരിക്കുന്നത് നിന്റെ കണ്ണിൽ കാണുന്നില്ലേ, എന്തിനിപ്പോ ബഹളം വയ്ക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധു പറയുകയാണ്, പിന്നെ ഞാൻ എന്താ വേണ്ടത്, ഞാൻ ഇവിടെ വന്നിരുന്നിട്ടും കണ്ട ലക്ഷണം പോലും കാണിക്കുന്നില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ, ശരി വന്നിരുന്നു, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്, ആരതി എടുക്കണോ? കൈകൂപ്പി നിധു പറയണ, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും തോന്നുന്നില്ല, അങ്ങനെയുള്ള നീയാണോ ആരതി എടുക്കാൻ പോകുന്നത്? അപ്പൊ ഹരീഷ് പറയുന്നു, ദേ നോക്ക്, വഴക്കുണ്ടാക്കാൻ വന്നതാണെങ്കിൽ ദയവ് ചെയ്തു വയ്ക്കോ, ഞാൻ നല്ല ദേഷ്യത്തിലാ. അപ്പൊ നിധു പറയണ, ഞാനും ദേഷ്യത്തിലാ, എന്റെ വീട്ടിലുള്ളവർ എങ്ങനെയൊക്കെ എന്നെ തല്ലിയെന്നറിയോ? തല്ലിയെന്നോ? എന്തിനെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധു പറയണ, നിന്നെ പ്രണയിക്കരുതെന്ന് പറഞ്ഞു അതിരവരെന്നെ തല്ലി ചതയ്ക്കുകയായിരുന്നു, അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധു പറയണ, നിന്നെ പ്രേമിച്ചേന് എന്നെ തല്ലിന്നാ പറഞ്ഞത്, അത് നിനക്കൊരു പ്രശ്നമില്ലേ? ഹരീഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്താ, എന്തിനാ നീതുവിനെ തല്ലിയെന്ന് ചോദിച്ച് ഞാൻ അവരെ പോയി തല്ലണോ? അപ്പൊ നീതു ചോദിക്കണ, എന്തിനാ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നത്, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ തല്ലെല്ലാം വാങ്ങിയത്, നീ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് വേണ്ടി അടി വാങ്ങിയെന്നോ? നിന്റെ വീട്ടിൽ വിവരമില്ലാതെ നിന്നെ എടുത്തിട്ട് അടിക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നിന്റെ വീട്ടിൽ വന്ന് കണ്ടതിന് ശേഷമല്ലേ ഞങ്ങളുടെ വീട് എത്ര നല്ലതാണെന്ന് മനസ്സിലായത്, അതിനേക്കാളും എന്തായാലും നല്ല വീടാ, ഒരു ചെറിയ വീട്ടിലാ അത്രയും പേര് താമസിക്കുന്നു, വീട് വാടക വീട്, വലിയ രാജകുടുംബം പോലെ ആയിരുന്നല്ലോ ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്, എന്റെ വീടിന് കുറവ് പറയാൻ നിങ്ങൾ എന്താ മാളികയിലാണോ ജീവിക്കുന്നത്? നീതു പറയണ, അവര് നിങ്ങളുടെ വീടിന്റെ വലുപ്പത്തെ കുറിച്ചല്ല പറഞ്ഞത്, നാട്ടുകാര് നിങ്ങളുടെ വീടിനെ പറ്റി ഒരു കഥ പറയാറുണ്ടല്ലോ, ആ കഥ കാരണമാണ് അവര് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. ഇത് കേട്ട് ഹരീഷ് പറയണോ, ഓ അങ്ങനെയാണോ, ആ കഥ നിനക്കും അറിയാലോ, പിന്നെന്തിനാ എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത്? അപ്പൊ നീതു പറയണ, ഞാൻ അങ്ങനെ വിചാരിച്ചല്ല ഹരീഷിനോട് സംസാരിച്ചത്, അവരങ്ങനെ സംസാരിക്കുന്നതെന്നാ പറഞ്ഞത്. ഇത് കേട്ട് ഹരീഷ് പറയണ, നിന്റെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ പറഞ്ഞേ, എന്റെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് എനിക്കറിയാം, നാട്ടുകാര് അങ്ങനെ പലതും പറയും, അതെല്ലാം വിശ്വസിച്ച് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ? ഇത് കേട്ട് നീതു പറയാണ്, ശരി, അവര് വഴക്കുണ്ടാക്കിയത് തെറ്റാണോ? എങ്കിൽ നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ വന്ന വഴക്കുണ്ടാക്കിയത്? അപ്പൊ ഹരീഷ് പറയാണ്, നിന്റെ ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് എന്തും പറയും, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കണോ? ഞങ്ങളുടെ വീടിന് കുറവ് പറഞ്ഞതല്ലേ, അപ്പൊ നിങ്ങളുടെ വീട് എങ്ങനെയുള്ളതാണെന്ന് ഞങ്ങളും കാണണ്ടേ? എന്ത് കേട്ടാലും സുഭാഷ് ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചെന്നിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ നിധി പറയാണ്, നീ കാരണം ഞാൻ തല്ല് വാങ്ങിട്ട് വന്നതാ, എന്നിട്ട് നീ എന്നെ സമാധാനിപ്പിക്കാതെ എന്നെ വഴക്ക് പറയുകയാണോ? അപ്പൊ ഹരീഷ് പറയണ, നീ സമാധാനം തേടി വന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, നീയും എന്റെ കുടുംബത്തെ അപമാനിക്കാൻ വന്നതാ. അപ്പൊ നീതു പറയണ, നിനക്ക് വേണ്ടി തല്ലു വാങ്ങി എന്നെ പറഞ്ഞാ മതി, അവരെന്നെ തല്ലുമ്പോ പോലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത്. ഇത് കേട്ട് ഹരീഷ് പറയണ, ദേ നോക്ക്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാനും നിന്നോട് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ വീട്ടിലുള്ളവർ എന്റെ കുടുംബത്തെ പറ്റി മോശമായി സംസാരിച്ചാൽ അതെല്ലാം സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ നീതു പറയണ, അപ്പം നിനക്ക് നിന്റെ വീടിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ, എന്നെ കുറിച്ച് ഒരു ചിന്തയില്ലേ? അപ്പൊ ഹരീഷ് പറയണ, എന്റെ വീട്ടിലുള്ളവർ നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നീതു പറയണ, നീ എന്നെ മനസ്സിലാക്കില്ല, നിനക്ക്
എപ്പോഴും നിന്റെ വീട് മാത്രം മതി. അപ്പൊ ഹരീഷ് പറയണേ എനിക്ക് എന്റെ വീട് തന്നെയാ പ്രധാനം. നാട്ടുകാർ എന്ത് പറഞ്ഞാലും അത് എന്റെ വീടാ. എന്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പൊ നീതു പറയണേ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എന്റെ വീട്ടിൽ നിന്ന് തല്ല് വാങ്ങി വന്ന് നിന്റെ മുന്നിൽ നിൽക്കുക അത് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കണേ ഇപ്പൊ എന്താ നിന്നെ അടിച്ചവരെ ഞാൻ പോയി തിരിച്ചു തരണോ? വാ ഇപ്പൊ തന്നെ പോയി അടിക്കാം. നീതു ചോദിക്കുന്നു നിന്നോടൊക്കെ മനുഷ്യര് സംസാരിക്കോ? എന്റെ ചേട്ടനും നീ ഒരേപോലെയാ, ഒരു വ്യത്യാസവും ഇല്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയണ അവനെ എന്നെയും നീ ഒരേപോലെ കാണരുത്, ഇറങ്ങി പോടി. അപ്പൊ നീതു പറയണ ഓ അങ്ങനെയാണോ, ഇതോടെ എല്ലാം അവസാനിച്ചു. അപ്പൊ ഹരീഷ് പറയുന്നു ആ അവസാനിച്ചു പോടി. അപ്പൊ നീതു പറയണ പോടിയെന്നോ, ഇങ്ങനെയൊക്കെ സംസാരിച്ചാ ഞാൻ ബ്രേക്കപ്പ് ചെയ്യും. ഇത് കേട്ട് ഹരീഷ് പറയണ എന്താന്ന് വെച്ചാ ചെയ്യും. ഇത് കേട്ട് നീതു ചോദിക്കണ ഓ അത്രയ്ക്കായോ, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. ഇനി ഞാൻ നിന്നെ കാണാൻ വന്നാൽ എന്താന്ന് ചോദിക്കും. ഇനി ഞാൻ നിന്നെ കാണാൻ വരില്ല. ഹരീഷ് പറയുന്നു വേണ്ട പോ, ഇങ്ങനെയുണ്ടോ ശല്യം. നീതു വളരെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷും ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് നിധിയും സുധീഷും സുഭാഷും നികേഷും ഭാസ്കരനും എല്ലാം ബീച്ചിലേക്ക് വരികയാണ്. കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിച്ച എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ച് മുന്നോട്ട് നടക്കുകയാണ്. സുഭാഷ് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറയുകയാണ്. എല്ലാവരും അവിടേക്ക് ഇരിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു നിങ്ങൾ ഇരിക്കും, ഞാൻ കടയിൽ വരെ പോയിട്ട് വരാം. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ നിധി ചോദിക്കുന്നു സുഭാഷിടാ കുറച്ചു നേരം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിക്കോട്ടെ. ഞാൻ 2 തവണ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും കാല് നനച്ചിട്ടില്ല, ഞാൻ കടലിൽ ഇറങ്ങിക്കോട്ടെ. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു മോക്ക് നീന്തൽ അറിയാമോ? അറിയില്ലാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു പിന്നെന്തിനാ കടലിൽ ഇറങ്ങാൻ പോകുന്നത്? അതൊന്നും വേണ്ട. അപ്പൊ നിധി പറയുകയാണ് കാല് നനയ്ക്കാനല്ലേ സുഭാഷിടാ പോകുന്നത്. അപ്പൊ സുഭാഷ് പറയുന്നു ഒരുപാട് മുന്നോട്ട് പോകരുത്, വലിയ തിരമാല വന്നാൽ നമ്മളെ കൂടി എടുത്തോണ്ടങ്ങ് പോകും. നിധി ചോദിക്കുന്നു അപ്പം സുഭാഷിടം വരുന്നില്ലേ? അപ്പൊ സുഭാഷ് പറയണേ ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ, ഫോണും ചെരുപ്പും ഒക്കെ ഇവിടെ വെച്ചിട്ട് പോ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ നിധി പറയണ അതൊക്കെ നോക്കാം, സുഭാഷിട്ട് വാ നമുക്ക് പോകാം. അപ്പൊ സുഭാഷ് പറയണ ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളെ കണ്ടോളാം. തുടർന്ന് സുധീഷും നികേഷും നിധിയും കൂടി കാല് നനയ്ക്കാനായി കടലിൽ ഇറങ്ങുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് സുഭാഷേട്ടൻ. നമുക്ക് സുഭാഷേട്ടനെ കൂടി വിളിക്കാന്ന് പറഞ്ഞ സുധീഷും നിധിയും നികേഷും സുഭാഷിന്റെ അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എന്താ ഒരുപാട് നനങ്ങാൻ തോന്നുന്നല്ലോ, ശരി വന്നിരിക്കെ കാറ്റ് കൊണ്ട് ഉടങ്ങിക്കോളും. അപ്പൊ നിധി പറയണ സുഭാഷേട്ടനും കൂടി വാ, കാല് മാത്രം നനച്ചാൽ മതി. അയ്യോ അതൊന്നും വേണ്ട മോളെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ വാ സുഭാഷേട്ടാ ഇവിടെ തന്നെ ഇരുന്നാലെങ്ങനാ, എടാ നികേഷ് സുഭാഷേനെ പൊക്ക്. അങ്ങനെ അവർ സുഭാഷിനെയും പിടിച്ചു വരച്ച് കടലിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. സന്തോഷത്തോടു കൂടി അവർ വെള്ളം തെറിപ്പിച്ച് കളിക്കുകയാണ്. സുധീഷ് നിധിയുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുമ്പോൾ നിധിയും സുധീഷിന്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നു. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ്. നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയും സുധീഷിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുകയൊക്കെയാണ്. സുധീഷും പ്രണയത്തോടുകൂടി നിധിയെ നോക്കുന്നുണ്ട്. നിധി വീഴാനായി തുടങ്ങുമ്പോൾ സുധീഷ് നിധിയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. ഇത് കണ്ട് നികേഷിനെ അരികിലേക്ക് വിളിച്ച് സുഭാഷ് പറയുന്നു എടാ നമുക്ക് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കാം, അവര് തനിച്ച് സംസാരിക്കട്ടെ. മോളെ നിധി ഇവന് വിശക്കുന്നെന്ന് ഞാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കട്ടെ? നിധി പറയുന്നു ശരി സുഭാഷ് ഏട്ടാ പെട്ടെന്ന് വരണേ. സുഭാഷും നികേഷും കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് സുഭാഷേട്ടനും നികേഷിനും ബുദ്ധി വന്നെന്ന് തോന്നുന്നു. അങ്ങനെ സുധീഷ് നിധിയുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയാണ്. നിധിയും വെള്ളം തെറിപ്പിക്കുന്നു. ബീഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് വന്ന് സുഭാഷ് പറയുന്നു അച്ഛാ ഇവിടെ ഇരുന്നൊന്നും ബീഡി വലിക്കരുത്, പൊതുസ്ഥലമല്ലേ, കുറച്ച് മാറി നിന്ന് ബീഡി വലിച്ചിട്ട് വാ. ഇത് കേട്ട് ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷും നികേഷും അവിടേക്ക് ഇരിക്കുകയാണ്. സുധീഷ് പറയുന്നു നിധി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കാം, വലിയ തിരമാലയാ വരുന്നത്. അപ്പൊ നിധി പറയുകയാണ് അത് ശരിയാ, ഡ്രസ്സ് മുഴുവൻ നനയും, വാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അങ്ങനെ സുധീഷും നിധിയും സന്തോഷത്തോടു കൂടി സംസാരിച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ്. കുറച്ച് അപ്പുറത്തായിരിക്കുന്ന ഭാസ്കരൻ സന്തോഷത്തോടു കൂടി സുധീഷിനെയും നിധിയെയും തന്നെ നോക്കിയിരിക്കുകയാണ്. സുധീഷും നിധിയും കടലിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അവിടേക്ക് വിധ ഭാസ്കരൻ പറയുന്നു മോളെ നിധി ഞാനും കൂടി വരാം, കാലൊക്കെ നനച്ചോ? നിധി പറയുന്നു നനച്ചു. സുധീഷ് മനസ്സിൽ പറയുകയാണ് നേരവും കാലവും നോക്കാതെ വന്നിരിക്കുന്നുണ്ടല്ലേ, ഇത്രയും സ്ഥലമുള്ളപ്പോൾ ഇയാൾക്ക് ഇവിടെ തന്നെ വന്ന് നിൽക്കണോ? ഭാസ്കരൻ നോർത്ത് ഇന്ത്യയിൽ കണ്ട കടലുകളെ കുറിച്ചൊക്കെ നിധിയോട് പറയുകയാണ്. സുഭാഷിന്റെ അരികിലിരുന്ന് സ്നാക്സ് കഴിക്കുന്ന നികേഷ് പറയണ സുഭാഷ് ഏട്ടാ ദേ അങ്ങോട്ട് നോക്ക്, എന്തിനാ അവരെ തരിച്ചാക്കിട്ട് വന്നേ? അയാൾ അവിടെ ചെന്ന് എല്ലാം കുളമാക്കും. അച്ഛൻ എന്തിനാ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് സുഭാഷ് ഭാസ്കരന്റെ അരികിലേക്ക് ചെന്ന് അച്ഛൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു അവരെവിടെ തനിച്ച് നിൽക്കട്ടെന്ന് കരുതിയാ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് മാറിയിരുന്നത്, അപ്പൊ അച്ഛൻ എന്തിനാ അവരുടെ ഇടയിലേക്ക് ചെന്നത്? അച്ഛൻ മാറി നിൽക്ക്. സുധീഷ് പറയുന്നു നിധി നമുക്ക് അവിടേക്ക് ഇരിക്കാം, സുഭാഷേട്ടനും നികേഷും ഒക്കെ ഇവിടെ പോയിന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ അവരെല്ലാവരും അവിടെയുണ്ട്, വെള്ളത്തിൽ നനഞ്ഞ് ടയേർഡായി കാലൊക്കെ വേദനിക്കുന്നു, കുറച്ചേരം ഇരുന്നിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഓക്കെ എന്ന് പറഞ്ഞ് നിധി സുധീഷിന്റെ ഒപ്പം അവിടേക്ക് ഇരിക്കുകയാണ്. സുഭാഷും നികേഷും സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഭാസ്കരൻ അവിടെ നിന്ന് പോകുന്നു. ഫോണിൽ നോക്കിക്കൊണ്ട് സുധീഷ് പറയുന്നു നിധി ഇങ്ങോട്ട് നോക്കി, നമ്മൾ കൊടുത്ത ഇന്റർവ്യൂ വൈറലായി, 1 മില്യൺ വ്യൂസ് ആയി. ഇത് കിട്ടാൻ സന്തോഷത്തോടു കൂടി നിധി പറയണ അത് കൊള്ളാലോ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ചാനലാണെന്ന് തോന്നുന്നു. അപ്പൊ സുധീഷ് പറയണ കമന്റ്സ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് നിധി, എന്ത് കമന്റ് ആണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ പറയാമേ, ബെസ്റ്റ് കപ്പിൾ, മെയ്ഡ് ഫോർ ഈച്ച് അതർ, ബ്യൂട്ടിഫുൾ കപ്പിൾ, ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കണം, അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. നിധി ചോദിക്കുന്നു അങ്ങനെയാണോ, ഒരുപാട് കമന്റ്സ് ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നിധി തന്നെ നോക്കെന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ നിധിയെ കാണിക്കുകയാണ്.
പറയുകയാണ്. നിധി വളരെ സന്തോഷത്തോടു കൂടി ആ കമന്റ് എല്ലാം വായിച്ചു നോക്കുന്നു. സുധീഷ് പറയുകയാണ്, നിധി നല്ല സന്തോഷത്തിലാണല്ലോ, ഇപ്പൊ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കണം. ചുറ്റും നോക്കി സുഭാഷ് പറയുകയാണ്, നികേഷ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ആളെ കാണുന്നില്ലല്ലോ. അപ്പൊ നികേഷ് പറയണ, സുഭാഷിട്ടാ അതെന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ പേടിക്ക്? അപ്പൊ സുഭാഷ് പറയണ, ദൂരെ കാണാൻ പോയി കാണുവാടോ, നമ്മൾ പോകുന്ന സമയത്ത് അച്ഛനും കൂടെ വേണ്ടേ? അപ്പൊ നികേഷ് പറയണ, വന്നില്ലെങ്കിൽ വരണ്ട സുഭാഷിട്ടാ, നമുക്ക് ഇവിടെ വിട്ടിട്ട് പോകാം. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി വരുന്ന ആളല്ലേ, വീട്ടിലേക്ക് വരാൻ അറിയാതിരിക്കില്ലല്ലോ. നല്ല കാറ്റ്, ഞാൻ കുറച്ചു നേരം സുഭാഷേട്ടന്റെ മടിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് സുഭാഷിന്റെ മടിയിലേക്ക് കിടക്കുകയാണ്. നിധിയും സുധീഷും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുന്നു. സുധീഷ് തന്റെ പ്രണയം തുറന്നു പറയാനായി തുടങ്ങുമ്പോൾ ഭാസ്കരനെയും കൂട്ടിക്കൊണ്ട് 2 കോൺസ്റ്റബിൾ അവിടേക്ക് വരികയാണ്. ഇത് കണ്ട് ഞെട്ടി അച്ഛന്ന് വിളിച്ച് അവിടെ നിന്നേക്കുകയാണ് സുഭാഷ്. നികേഷും ഞെട്ടി അവിടെ നിന്നേക്കുന്നു. ഭാസ്കരൻ പറയുന്നു, സുഭാഷ് അതെന്റെ മോനാ. ടെൻഷനോടുകൂടി സുഭാഷും നികേഷും ഭാസ്കറിന്റെ അരികിലേക്ക് ഓടി പോവുകയാണ്. കുറച്ചിപ്പുറത്തായിരിക്കുന്ന നിധിയും സുധീഷും ഇത് കണ്ട് ഞെട്ടി അവരുടെ അരികിലേക്ക് ഓടി പോകുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്